ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അന്ധനെ സുഖപ്പെടുത്തുന്ന ഈശോയെക്കുറിച്ചാണ്. അന്ധന് കാഴ്ച നൽകുന്ന ഒരു ഈശോയെക്കുറിച്ച്. ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 35 മുതൽ 43 വരെയുള്ള വചനങ്ങൾ. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുകയായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പൊയ്ക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു. അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാവട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ലൂക്കായുടെ സുവിശേഷത്തിലെ 18-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ഈശോയുടെ ഒരു സൗഖ്യത്തിൻ്റെ ഒരു അനുഭവമാണ് നമ്മിവിടെ കാണുക. ഈശോയുടെ മുമ്പിൽ ചെന്ന് നിന്ന് സൗഖ്യത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു അന്ധനെ നാം കാണുന്നുണ്ട്. അവൻ തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. വചനം പറഞ്ഞു, ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. അനുദിനം ചെയ്യുന്ന അതേ പ്രവൃത്തികൾ തന്നെ അവൻ ചെയ്യുകയാണ്. എല്ലാ ദിവസവും രാവിലെ പോയി വഴിയരികിൽ കുത്തിയിരുന്ന് ഭിക്ഷ യാചിക്കുന്ന അതേ ജോലി അന്നും അവൻ തുടരുകയാണ്. പക്ഷെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു രക്ഷയുടെ അനുഭവം കടന്നു വരുന്ന ദിവസവും അവൻ അതേ സാഹചര്യത്തിൽ തന്നെയാണെന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ സൗഖ്യത്തിന് വേണ്ടി അവൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ഒരു റെസ്പോൺസ് നാം കാണുകയാണ്. ജനക്കൂട്ടം എല്ലാ ദിവസവും കടന്നു പോകുന്നത് പോലെ അന്നും കടന്നുപോയി. പക്ഷേ അവന് കാത്തിരുന്ന സൗഖ്യത്തിന് ദിവസമായതുകൊണ്ട് അവൻ അന്വേഷിച്ചു, എന്താണ് ശബ്ദം, എന്താണ് നടക്കുന്നത് എന്ന്. അവിടെ എന്തു നടക്കുന്നു എന്ന് അന്വേഷിക്കാനായിട്ടുള്ളൊരു സന്നദ്ധത, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവൻ അവിടെ എടുത്തു വയ്ക്കുകയാണ്. നസ്രായനായ യേശു കടന്നു പോകുന്നുവെന്ന് അവൻ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വലിയ ശക്തിയെക്കുറിച്ച് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ചെവിയുടെ കേൾവികൾ കൊണ്ട് അവൻ തിരിച്ചറിഞ്ഞിരുന്നു യേശുവാണ്, യേശുവിന് ശക്തിയുണ്ട് എന്ന്. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഗുരു, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈശോ കേൾക്കുന്നുണ്ടോ എന്ന് പോലും അവൻ അറിഞ്ഞുകൂടാ. ഈശോ അടുത്തെത്തിയോ എന്ന് അവന് കാണാൻ പറ്റുന്നില്ല. ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ യേശുവിനെ കാണുന്നില്ല. എന്നിട്ടും അവൻ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എന്നിൽ കനിയണമേ എന്ന്. തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് ഒരു അന്വേഷണം, യേശുവിനെക്കുറിച്ച് കേട്ടതറിഞ്ഞ് വീണ്ടും ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ, അല്ലെങ്കിൽ ഒരു സഹായഹസ്തം നീട്ടുന്ന ഒരു അന്ധനെ നാം ഇവിടെ കാണുന്നുണ്ട്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് അവൻ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന കുറേ ജനക്കൂട്ടങ്ങളുണ്ടല്ലോ, മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ് അവനെ ശകാരിക്കുകയാണ്. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. അപ്പോൾ അടുത്ത വചനം ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 40-ാമത്തെ വചനം. എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വചനം, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വചനം ഇതാണ് എഴുതിയിരിക്കുക. യേശു അവിടെ നിന്നു, അവനെ തൻ്റെ അടുത്തേക്ക് വരാൻ കൽപ്പിച്ചുവെന്ന്. യേശു നിന്നിട്ട് അവനെ തൻ്റെ അടുത്തേക്ക് വരാൻ കൽപ്പിച്ചുവെന്ന്. ഈശോ നിന്നത് കണ്ടോ? ഒരു കുരുടൻ്റെ, ഒരു അന്ധൻ്റെ സ്വരം കേട്ടിട്ട് നിന്ന ഒരു ഈശോ, ചെറിയവരുടെ ചെറിയ ശബ്ദം പോലും ചെവികളിലേക്ക് കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഈശോ. പ്രിയപ്പെട്ട ദൈവജനമേ, നീ പാപത്തിൻ്റെ കുഴിയിലാണോ? സങ്കടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വേദനയുടെ, രോഗത്തിൻ്റെ കുഴിയിലാണോ? നീ ഒന്ന് വിളിച്ചാൽ അതുപോലും കേൾക്കാൻ, നിനക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഈശോയെ കാണുകയാണ് നാം ഇവിടെ. ഈശോ നിന്നു എന്ന് വചനം പറയുന്നു. എന്നിട്ട് ഈശോ ചോദിക്കുക, യേശു അവിടെ നിന്നു, അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ
യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇത്രമാത്രം സന്നദ്ധതയുള്ള ഒരു ദൈവത്തെ നമുക്ക് എവിടെ കാണാൻ പറ്റും? നിയമാവർത്തനം 4:7 വചനമുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ നമ്മുടെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് എന്ന്. പ്രിയപ്പെട്ടവരെ, ആ നിയമാവർത്തനം 4 അതേ പകർപ്പാണ് ലൂക്ക 18:40 വചനം നാം കാണുക. യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് വരാൻ കൽപ്പിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ അടുത്തേക്ക് വിളിച്ച്, നീ വിളിക്കുമ്പോഴേ ഈ അന്ധൻ്റെ സ്വരം കേട്ട് അവൻ്റെ അടുക്കലേക്ക് ഈശോ കടന്നു വരിക. അവൻ്റെ സ്വരം കേൾക്കുന്ന ഒരു തമ്പുരാനുണ്ട്. വിളിച്ചപേക്ഷിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു തമ്പുരാനെ ഈ വചനഭാഗത്ത് നാം കാണുന്നുണ്ട്. എന്നിട്ടോ അവനോട് അവൻ്റെ ആവശ്യം അവൻ പറയും മുമ്പ് തന്നെ ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. ഓർക്കണം, ഈശോയുടെ സ്നേഹമെന്ന് പറയുക പദവിയെല്ലാം വിട്ടിറങ്ങി ഒന്നുമില്ല, ഏറ്റവും ശൂന്യനായി താഴ്മയുള്ളവനായി ആളുകൾ ഈശോയെ തൊടാൻ തിക്കിത്തിരക്കുമ്പോൾ ഒരു എളിയവൻ്റെ യാചന കേട്ട് അവൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഈശോ പറയുക, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അന്ധൻ പറയും മുമ്പ് തന്നെ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന്. അവിടുന്ന് അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ അന്ധന് കിട്ടിയ ചില അനുഭവങ്ങൾ, ഈ അന്ധൻ കടന്നുപോയ ചില സ്റ്റെപ്പുകൾ നമ്മളും എടുക്കേണ്ടതുണ്ട്. വീണ്ടും കാണണം എന്ന ആഗ്രഹം ഈശോയുടെ മുമ്പിൽ അവൻ ഉന്നയിക്കുകയാണ്. കാരണം വചനം ലൂക്ക 18:41 അവൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്നാണ് അവൻ ആവശ്യപ്പെടുക. എനിക്ക് കാഴ്ച കിട്ടണം എന്നല്ല അവൻ ആവശ്യപ്പെട്ടത്, കർത്താവെ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്ന് അവൻ ആവശ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാവാം അവൻ. അപ്പോൾ ഈ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന സൗന്ദര്യങ്ങൾ കുറച്ചൊക്കെ ആസ്വദിച്ചിട്ടുള്ള അവന് അറിയാം, ഈ ലോകത്തിലെ കണ്ണുകൾ കൊണ്ട് കാണുക എന്ന് വലിയൊരു ദാനമാണ് എന്ന്. അതുകൊണ്ട് ആ കാഴ്ച വീണ്ടും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു അന്ധനെയാണ് നാം ഇവിടെ കാണുക. എങ്ങനെയോ കാഴ്ച നഷ്ടപ്പെട്ട അവൻ നീതിസൂര്യനായ ഈശോയുടെ അടുക്കൽ വന്ന് കാഴ്ച വീണ്ടെടുക്കുന്നത് നാം ഇവിടെ കാണാൻ പോവുകയാണ്. അവന് 3 തിരിച്ചറിവുകൾ കിട്ടി. തൻ്റെ മുന്നിലൂടെ ജനക്കൂട്ടത്തിന് മധ്യത്തിലൂടെ കടന്നു പോകുന്നത് നസ്രായനായ യേശുവാണെന്നൊരു തിരിച്ചറിവ് അവന് കിട്ടി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ കടന്നു വരാൻ പറ്റുന്ന ഒരു ഈശോയുണ്ട്, രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഈശോയുണ്ട്. യെശയ്യാ 59:1-2 രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്നെ രക്ഷിക്കാൻ പറ്റുന്ന കുറുകിപ്പോകാത്ത ഒരു കരവും നിൻ്റെ ഈ വിളി കേൾക്കാൻ ചെവി ചായ്ക്കുന്ന ഒരു തമ്പുരാനും നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അത് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ ഒരു തിരിച്ചറിവ് ഇവിടെ അന്ധനുണ്ടായി. അന്നേരം സൗഖ്യം കിട്ടുന്നതിൻ്റെ ആദ്യത്തെ പടി അതാണ്, യേശുവിനെ അവൻ തിരിച്ചറിയുകയാണ്. നസ്രായനായി യേശു കടന്നു പോകുന്ന കേട്ട് തിരിച്ചറിഞ്ഞു. കടന്നു പോകുന്ന കർത്താവിനെ അവൻ കാണുകയാണ്. ഈ കടന്നു പോകുന്ന കർത്താവ് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ദൈവിക ദർശനങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ്. പഴയ നിയമത്തിൽ കടന്നു പോകുന്ന കർത്താവെന്ന് പറഞ്ഞ് 3 സ്ഥലങ്ങളിൽ നാം കാണുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ മോശയോട് തമ്പുരാൻ പറയുക, എൻ്റെ മഹത്വം നിൻ്റെ മുൻപിലൂടെ കടന്നു പോകും. ദൈവത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച മോശയോട് തമ്പുരാൻ പറഞ്ഞു, എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ കടന്നു പോകുന്നത് കർത്താവാണെന്നറിഞ്ഞപ്പോൾ കടന്നു പോകുന്നതുകൾ എപ്പോഴും ദൈവദർശനത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് വീണ്ടും നമുക്ക് കാണുന്നുണ്ട് ഏലിയ പ്രവാചകനെ കുറിച്ച്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാമത്തെ അധ്യായം 31-ാമത്തെ വചനത്തിൽ ഏലിയായുടെ മുമ്പിൽ കർത്താവിൻ്റെ മഹത്വം കടന്നു പോകുന്നതായി നാം കാണുന്നുണ്ട്. ഏലിയായുടെ മുമ്പിൽ കടന്നു പോകുന്ന കർത്താവിൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ ദൈവദർശനത്തെക്കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തി വെച്ചിരിക്കുക. വീണ്ടും നാം കാണുന്ന സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ അവൻ ഗലീലി കടൽത്തീരത്തു കൂടെ നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. ഈശോയെ കണ്ടുമുട്ടുകയാണ് പത്രോസും അന്ത്രയോസും. അവൻ കടന്നു പോകുമ്പോഴാണ് അവരെ കാണുന്നത്. ദൈവദർശനം എന്ന് പറയുമ്പോൾ
പോകുമ്പോൾ അത് ഈ കടന്നു പോകലിൻ്റെ ഒരു പദമെന്ന് പറയുന്നത് തന്നെ ദൈവദർശനത്തിന് നിന്നെ സാധ്യമാക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ അന്ധൻ അവിടെ ഇരിക്കുമ്പോൾ തമ്പുരാൻ ഈശോ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവന് ദൈവദർശനത്തിനുള്ള വഴി തുറന്നുവെന്ന് വ്യക്തമാണ്. അബ്രാഹത്തിൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. ജനക്കൂട്ടത്തിനിടയിൽ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് അന്ധന് സാധിച്ചത് അന്ധൻ്റെ വലിയ പുണ്യമാണ്. ഒത്തിരി ജനക്കൂട്ടം ഇങ്ങനെ കടന്നു പോകുമ്പോൾ കാരണം അവൻ ഇരിക്കുന്നത് വഴിയരികിലാണ്, അനേകർ കടന്നു പോവുകയാണ്. ഈ ജനക്കൂട്ടത്തിനിടയിൽ കടന്നു പോകുന്ന തൻ്റെ രക്ഷകനായ യേശുവാണ്, അല്ലെ ദൈവദർശനം തരാൻ പറ്റുന്ന, തന്നെ സൗഖ്യപ്പെടുത്തുന്ന നസ്രായനായ യേശുവാണെന്നൊരു തിരിച്ചറിവ് അന്ധന് കിട്ടുന്നത് അന്ധൻ്റെ വലിയ ഒരു പുണ്യമാണ്. അരൂപിയായ ദൈവം നമ്മെ തേടി വരുന്ന രൂപങ്ങൾ വ്യത്യസ്തങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചില മേഖലകൾ, സൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴികളൊക്കെ ചിലപ്പോൾ ഏത് മേഖല വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ സങ്കടങ്ങളാവും, ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകളാകും, ചില വിമർശനങ്ങളാകും. അങ്ങനെയുള്ള രൂപത്തിലൊക്കെ തമ്പുരാൻ കടന്നു വരും. ദൈവദർശനം കാണാൻ നമ്മളെ പ്രാപ്തരാക്കും. ജീവിതത്തിൽ ചിലപ്പോൾ ഒത്തിരി സങ്കടങ്ങൾ വരുമ്പോഴാവും നമ്മൾ ഓടിപ്പോയി ചാപ്പലിലിരിക്കുക. ദൈവദർശനത്തെ നമ്മളെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളാണിത്. രക്ഷ ആരംഭിക്കുന്നത് ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അവൻ കടന്നു പോകുന്ന സമയമാണ് ഈ സഹനത്തിൻ്റെ വേള എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ രക്ഷ ആരംഭിക്കുകയാണ്. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നാം കാണുന്നു, ലൂക്കാ 18:38 അവൻ പറഞ്ഞു, അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന്. ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന, ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്ധനെ നാം ഇവിടെ കാണുന്നുണ്ട്. വലിയ ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഇതൊരു വിളിച്ചപേക്ഷിക്കലാണ്. ഇത് സൂചിപ്പിക്കുക അവൻ്റെ ദൈവാശ്രയ ബോധം, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവുമാണ്. വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. പഴയ നിയമവുമായി ഒരുപാട് ബന്ധമുള്ള വചനഭാഗമായി ഇതെനിക്ക് തോന്നാറുണ്ട്. ഒന്നാമത് കടന്നു പോകുന്ന ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവദർശനത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. രണ്ടാമത് അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ വിളിച്ചപേക്ഷിക്കുന്നവരുടെ സ്വരം കേൾക്കുന്ന ഒരു ദൈവത്തെ നാം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഹാഗാർ തൻ്റെ കുഞ്ഞിനെ മരുഭൂമിയിൽ മരണത്തിന് വിട്ടിട്ട് ഒരമ്പയത്ത് ദൂരെ മാറി നിന്ന് കരയുമ്പോൾ അവളുടെ വിളി കേട്ട് കുഞ്ഞിന് മരുഭൂമിയിൽ ജലം കൊടുക്കുന്നൊരു ദൈവത്തെ നാം കാണുന്നു. അവളുടെ കണ്ണുനീരണിഞ്ഞ പ്രാർത്ഥന, കണ്ണുനീരറിഞ്ഞ വേദന കേട്ടിട്ട് ദൈവം അവിടെ ഇറങ്ങി വരുന്നത് നാം കാണുകയാണ്. വീണ്ടും നാം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രിയ മക്കളായ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടലിൻ്റെ മധ്യത്തിൽ ഒരു വഴിയൊരുക്കിയ ദൈവം. മുമ്പോട്ടോ പുറകോട്ടോ എന്ന് വിചാരിച്ച് വലിയ പതറി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു വഴിയൊരുക്കുന്ന, വിളിച്ചപേക്ഷകൾ കേൾക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. ജോഷുവായും കൂട്ടരും ജെറീക്കോ കോട്ടയുടെ ചുറ്റും നടന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ കോട്ട തകർന്നു വീഴുകയാണ്. വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കരം നമ്മളിവിടെ കാണുന്നു. ഇവിടെ അന്ധൻ നടത്തിയത് ചുമ്മാ ഒരു വിളിയല്ല, അർത്ഥമുള്ള ഒരു വിളി അവൻ നടത്തി. ചുമ്മാ നിലവിളിക്കുകയല്ല ചെയ്തത്, അർത്ഥമുള്ള വിളി അവൻ നടത്തി. വിളിച്ചപേക്ഷിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ആരൊക്കെ നിന്നെ തടസ്സപ്പെടുത്തിയാലും ഉയർന്ന സ്വരത്തിൽ അവനെ വിളിക്കാൻ നീ തയ്യാറാവണം. അന്ധൻ ഈശോയെ വിളിച്ചപേക്ഷിക്കുന്നത് അങ്ങനെയാ. എല്ലാവരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷേ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചപ്പോൾ 18:40 സംഭവം നടന്നു. യേശു നിന്നു. യേശു അവനെ അടുത്തേക്ക് വിളിച്ചു. യേശുവിന് അവൻ്റെ കണ്ണുകൾ കണ്ടു. യേശു അവൻ്റെ പ്രാർത്ഥന കേട്ടു. ഇത് തന്നെ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. ദൈവത്തിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ പരിഹാരമെന്ന് ഞാൻ തിരിച്ചറിയണം. എൻ്റെ അന്ധതയിലേക്ക് ഒരു പ്രകാശം വീശാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ അന്ധതയിൽ പോലും ഒരു പ്രകാശം വീശാൻ ദൈവം എന്നെ അനുവദിക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ആത്മീയ അന്ധതയുണ്ടായിരിക്കുക? കാരണം ദൈവത്തെ ദർശിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ ആത്മീയ അന്ധനായി മാറുന്നത് തന്നെ. യേശുവുമായി വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടൽ ഇവിടെ അന്ധന് നടക്കുന്നുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അന്ധനെ നിർത്തി കഴിയുമ്പോൾ അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അവൻ്റെ അന്ധം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ അവിടെ ഉൾക്കണ്ണുകൾ കൊണ്ട് യേശുവിനെ ഒന്ന് കണ്ടുമുട്ടിയില്ലേ? അതുകൊണ്ടല്ലേ യേശു ചോദിച്ചത്, എന്താ ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചത്. അവൻ്റെ സങ്കടങ്ങൾ, വേദനകൾ എല്ലാം കണ്ടു.
കാഴ്ച മാത്രമാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും, നമ്മളൊക്കെ ചുറ്റും നിൽക്കുകയാണെങ്കിൽ പറയാം, അവൻ എന്താ വേണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ, ഇവന് കാഴ്ചയില്ലല്ലോ, കാഴ്ച കൊടുത്താൽ പോരെയെന്ന്. അതല്ല ഈശോ ചെയ്ത്. ഈശോയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അന്ധൻ ഈശോയുടെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം നാം കടന്നു പോകുമ്പോൾ, ഈശോ ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തുമ്പോൾ അവൻ്റെ ജീവിതത്തെ സമഗ്രമായി അനുഗ്രഹിക്കും. ഈശോ ഒരു കാര്യത്തിന് മാത്രമല്ല സൗഖ്യം കൊടുക്കുക. ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ഈശോ ഒരു അന്ധൻ ഈശോയുടെ അടുക്കലേക്ക് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നാം കാണുക, ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോൾ ഈശോ കൈ നീട്ടി അവനെ തൊട്ടു, അവനെ സ്പർശിച്ചു, അവനൊരു സൗഖ്യ അനുഭവം കിട്ടി. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈശോ ആ കുഷ്ഠരോഗിയുടെ മുഖത്തേക്കൊന്ന് നോക്കി, അവൻ്റെ ശരീരത്തിലേക്കെല്ലാം നോക്കിയപ്പോൾ കാണുകയാണ്, കുഷ്ഠം പിടിപെട്ട് കൈകളും വെല്ലുകളും ഒക്കെ അറ്റുപോയി പുഴുക്കൾ അരിച്ചിറങ്ങുന്ന അപൂർണമായൊരു ശരീരം അവനുണ്ടെന്ന് ഈശോ കണ്ടു. പിതാവ് അനാദിയിലെ തന്നെ ഭൂമിയിലെ പുഴു കൊണ്ട് മനുഷ്യ രൂപം കൊടുത്തെന്ന് പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും തൻ്റെ സ്വർഗ്ഗപിതാവ് രൂപം കൊടുത്ത പ്രിയപുത്രൻ ഇതാ തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഈശോ കാണുകയാണ്. പിതാവിൻ്റെ മകനാണ് നിൽക്കുന്നത്. ശരീരത്തിന് അപൂർണത സംഭവിച്ചിരിക്കുന്നു, ഇവനെ സൗഖ്യപ്പെടുത്തണം. വീണ്ടും ഈശോ അവൻ്റെ മനസ്സിലേക്കൊന്ന് നോക്കി, കുഷ്ഠരോഗിയായി പോയിട്ടില്ലേ, സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് വേദനകളും നിരാശകളും അപകർഷതാ ബോധങ്ങളും സങ്കടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ് അവനുണ്ടെന്ന് ഈശോ കണ്ടു. ഇവനെ മനസ്സിലും സൗഖ്യപ്പെടുത്തണമെന്ന് ഈശോയ്ക്ക് തോന്നുകയാണ്. ഈശോ നോക്കി അവൻ്റെ ആത്മാവിലേക്ക്. അവൻ്റെ ആത്മാവിൽ വലിയ പാപക്കറകൾ, കാരണം തന്നെ മാറ്റി നിർത്തിയവരെ, ദൈവത്തെ പോലും പഴിക്കുന്ന, തന്നെ കുറ്റപ്പെടുത്തിയവരെ കൊല്ലണമെന്ന് പോലും ചിന്തിക്കുന്ന പ്രതികാരത്തിൻ്റെ പാപം നിറഞ്ഞൊരു ആത്മാവ്. ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന്. ഈശോ തൊട്ട സമയത്ത് വന്ന സൗഖ്യമെന്ന് പറയുക അവൻ്റെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലുമാണ്. ഇതേ സൗഖ്യം തന്നെയാണ് ഇവിടെ ഈശോ പറയുന്നത്. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഒരു വ്യക്തിയെ ഈശോ സൗഖ്യപ്പെടുത്തുമ്പോൾ അവൻ്റെ ജീവിതത്തെ മൊത്തമായി അനുഗ്രഹിക്കുന്ന, സമഗ്രമായി അനുഗ്രഹിക്കുന്ന ഒരു തമ്പുരാനെ നാം ഇവിടെ കാണുകയാണ്. കണ്ണിന് കാഴ്ച കിട്ടി, മനസ്സിന് സന്തോഷം കൊടുത്തു, അവൻ്റെ ശരീരത്തെ പൂർണ്ണമാക്കി മാറ്റി, ആത്മാവിനെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ അവനെ യോഗ്യനാക്കി എന്ന വചനം പറയുന്നു. വചനം ലൂക്കാ 18:43 തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന്. ആത്മാവിൽ പാപമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഈശോ ഇവിടെ ഈ അന്ധന് സൗഖ്യം കൊടുത്തപ്പോൾ ഈ 3 മേഖലകളിൽ സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ആത്മാവിൽ, ശരീരത്തിൽ, മനസ്സിൽ. അത് 3ഉം അവിടെ ഒന്നിച്ച് സംഭവിക്കുകയാണ്. ആ 3 കാര്യങ്ങൾ ഈശോയുടെ കരങ്ങൾ വഴി നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കാണുന്നുണ്ട്. ഈ ഈശോയുടെ പക്കൽ ഈശോയെ അനുഗമിക്കാൻ അനേകം ജനക്കൂട്ടങ്ങളുണ്ട്. എന്നാൽ സൗഖ്യം കിട്ടുന്നത് ഇവിടെ അന്ധന് മാത്രമാണെന്ന് വചനം പറയുന്നു. യേശുവുമായി വ്യക്തിപരമായി കണ്ടുമുറ്റി. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചാര ചുമ്മാ പുറകെ നടന്നു പോയേ ഉള്ളൂ. യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയ വ്യക്തിക്ക് അനുഗ്രഹം ലഭിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഗ്രഹം കിട്ടണമെങ്കിൽ വ്യക്തിപരമായി യേശുവിനെ ഞാൻ കണ്ടുമുട്ടണം. അല്ലെങ്കിൽ എല്ലാവരെയും പോലെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി തിരിച്ചു വന്ന് ജോലി ചെയ്തു നമ്മുടെ ജീവിതത്തിന് പൂർണ്ണ സൗഖ്യങ്ങളുണ്ടാവില്ല. പൂർണ്ണമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ പോകും. ഇസ്രായേൽ ജനത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ പൂർത്തീകരണമായിട്ടാണ് ഇവിടെ ഈശോ കടന്നു വന്നത്. ലൂക്കാ 2:32 ജനതകൾക്ക് പ്രകാശമായി മാറുന്ന ഒരു ഈശോയെ നാം കാണുന്നുണ്ട്. സകല ജനത്തിനും വേണ്ടിയായിട്ട് അവിടുന്ന് ജനതകൾക്ക് പ്രകാശമായി അവതരിച്ചു എന്ന് പറയുന്ന ആ പ്രകാശത്തിൻ്റെ ഒരു ഈശോയെ ഇവിടെ ഈ വചനഭാഗത്ത് നാം കാണുന്നു. പ്രകാശമായി അവതരിക്കുന്ന ഒരു തമ്പുരാൻ. നമ്മുടെ ജീവിതത്തിലും ഈ തമ്പുരാനെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റണം. ഈ അന്ധൻ്റെ ജീവിതത്തിൽ ഈ വലിയ അനുഭവം ഈശോ കൊടുത്തതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. ശിമോൻ എന്താ ചെയ്തത്? ദേവാലയത്തിൽ യേശുവിനെ കൈകളിലെടുത്തുകൊണ്ട് പറഞ്ഞു, രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണെന്ന്. അത് ശിശുവായ യേശുവിനെ കയ്യിലെടുത്ത് ശിമോൻ അത് പറഞ്ഞുവെങ്കിൽ ഇവിടെ ഇതാ അന്ധൻ്റെ കണ്ണുകൾക്ക് പ്രകാശമായി ഈശോ മാറുന്നത് ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ നാം കാണുകയാണ്. ലൂക്കാ 2:32 ഈശോയെക്കുറിച്ച് ശിമോൻ പ്രവചിച്ച അതേ സംഭവം ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഭൗതിക അന്ധതകൾക്ക് ഉപരി
അതിലുപരിയായി ഇന്ന് ആത്മീയ അന്ധത നമ്മളെ ബാധിച്ചിരിക്കുന്നു. ഈ ആത്മീയ അന്ധതയൊന്ന് തുടച്ചു മാറ്റുവാൻ, എൻ്റെ ജീവിതത്തിലേക്ക് ഈശോയുടെ പ്രകാശം കടന്നു വരുവാൻ, നക്ഷത്ര വെളിച്ചമായി അവിടുന്ന് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കണം. അതിനാണ് എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് മാറ്റേണ്ടത്. അതിന് എന്ത് ചെയ്യണമെന്ന് വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു. ലവോദിക്കയിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുകയാ, നിനക്ക് കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് ചോദിച്ചു വാങ്ങുക എന്ന്. ഇന്ന് നമ്മളാരും ബാഹ്യമായ അന്ധരാണെന്ന് പറയുന്നില്ല, പക്ഷേ ആത്മീയ അന്ധത നമ്മുടെ ജീവിതത്തിലുണ്ട്. യേശുവിനെ തിരിച്ചറിയാൻ പറ്റാത്ത, ദൈവദർശനം കിട്ടാത്ത ഒരു ആത്മീയ അന്ധതയുണ്ട്. ഈശോ പറയുക, ഈ അന്ധതയെ മാറ്റാൻ, യഥാർത്ഥ കാഴ്ച നിനക്ക് കിട്ടാൻ കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം, ദിവ്യകാരുണ്യമാകുന്ന അഞ്ജനം നീ ചോദിച്ചു മേടിക്കണം. നിന്റെ കണ്ണുകൾക്ക് പ്രകാശമാകുന്ന ക്രിസ്തുവിനെ കാണാനുള്ള കൃപ നീ ചോദിച്ചു വാങ്ങുക. എന്നോട് നീ ചോദിച്ചു വാങ്ങുക എന്ന വചനം പറയുമ്പോൾ ചോദിക്കണം പ്രിയപ്പെട്ടവരെ. ആത്മീയ അന്ധതയെ നീക്കിക്കളയാനുള്ള ഒരു കൃപ നമ്മൾ ചോദിച്ചു മേടിക്കണം. അന്ധനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ പോലെ നമ്മുടെ കുറവുകളിൽ ദൈവം പ്രവർത്തിക്കാൻ അവൻ്റെ മുമ്പിൽ ഒന്ന് നിന്നു കൊടുക്കണം. 2 കൊരിന്തോസ് 12:9 തമ്പുരാൻ പറയുന്നുണ്ട്. ഇവിടെ തമ്പുരാൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട് നിനക്ക് കാഴ്ച കിട്ടട്ടെ എന്ന്. ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് ഈശോ ചോദിക്കുക. അതുപോലെ തന്നെയാണ് അന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, കർത്താവ് ഈ ഒരു ബലഹീനത, ഈ ഒരു കുറവ്, ഈ വിടവ് എൻ്റെ ജീവിതത്തിൽ എടുത്തു മാറ്റണേ. പ്രാർത്ഥിക്കുക അദ്ദേഹം. കാരണം ഒരു കുഞ്ഞ് അന്ധത, ഒരു കുഞ്ഞ് ബലഹീനത തൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നു, അത് മാറ്റിക്കളയണേ എന്ന് പറഞ്ഞ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തമ്പുരാൻ 2 കൊരിന്തോസ് 12-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുക, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിൽ, പോരായ്മകളിൽ, ദുഃഖങ്ങളിൽ, സങ്കടങ്ങളിൽ അതെല്ലാം തമ്പുരാൻ അങ്ങ് വെച്ചു കൊടുക്കുക. എന്നിട്ട് കേൾക്കാൻ പറ്റണം, നിനക്ക് എൻ്റെ കൃപയുണ്ട് എന്ന്. ആ അഞ്ജനം, നമ്മുടെ കൃപയാകുന്ന അഞ്ജനം, ദിവ്യകാരുണ്യമാകുന്ന അഞ്ജനം, അത് ചോദിച്ചു മേടിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നുവെന്ന്. അതെ, നമ്മളൊക്കെ ആത്മീയ അന്ധതയെ മാറ്റിയിട്ട് ഉണർന്ന് പ്രശോഭിക്കേണ്ട, പ്രകാശം നിറഞ്ഞ ഈശോയെ കാണേണ്ട സമയമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം മറ്റൊരു അന്ധനെ കാണുന്നുണ്ട് 9-ാമത്തെ അധ്യായത്തിൽ. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമെന്ന് ചോദിച്ച് അവൻ്റെ അടുക്കലേക്ക് ആളുകൾ വരുമ്പോൾ അവൻ ഈശോ പറയുക, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെയും പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണെന്ന്. ആ ദൈവമഹത്വമാകും ഒരുപക്ഷെ നമ്മുടെ കുറവുകളിൽ പ്രകടമാകേണ്ടത്. നമ്മൾ കാത്തിരിക്കണം ഈശോയെ കണ്ടുമുട്ടാൻ വേണ്ടി. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മൾ ഇടപെടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഈശോയോട് പറയണം, ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് വരണേ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും, അവിടുന്ന് എന്നോട് എന്തു മറുപടി പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് എന്തു പറയുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുമെന്ന്. ഈ ആത്മീയ അന്ധത മാറ്റിക്കിട്ടുന്ന കൃപ നിറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും കാത്തിരിക്കണം. തമ്പുരാൻ്റെ മുമ്പിൽ കാത്തിരുന്ന് ആ കൃപ ഞാൻ ചോദിച്ചു മേടിക്കണം. ഈശോയെ അതെനിക്ക് തരണമേ എന്ന് ഈശോയോട് പറയണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 6-ാമത്തെ വചനം. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ അന്ധതയെ മാറ്റിയിട്ട് നമ്മൾ ഏത് അവസ്ഥയിലേക്ക് വരണമെന്ന വചനം പറയുക, എൻ്റെ രക്ഷ ലോക അതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി മാറ്റിയിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ചില വിടവുകളിൽ ദൈവകരം ഇറങ്ങി വന്ന മഹത്വം വെളിപ്പെടുമ്പോൾ എന്തിനാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നിന്നെ ദൈവിക രക്ഷയുടെ സംവാഹകരാക്കി മാറ്റാനാ, വെളിച്ചത്തിലേക്ക് വരുത്തുവാൻ വേണ്ടിയാ, വെളിച്ചത്തിൻ്റെ പുറത്തിലേക്ക് നയിക്കുന്ന കരസ്പർശനത്തിൻ്റെ ഉടമകളാക്കി നമ്മളെ മാറ്റാൻ വേണ്ടിയാ. ഇവിടെ അന്ധന് സൗഖ്യം കിട്ടിയ സമയത്ത് അന്ധൻ്റെ വലിയ സൗഖ്യാനുഭവം കണ്ട് അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലേ? അതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ വിടവുകളിലേക്ക് ഈശോ ഇറങ്ങി വരണം. ഒരു സമഗ്രമായ സൗഖ്യം, മനസ്സിന്, ശരീരത്തിന്, ആത്മാവിന് ഒരു സമഗ്ര സൗഖ്യം. ദൈവം പ്രത്യക്ഷപ്പെടുന്ന കടന്നു പോകലിൻ്റെ ദൈവദർശനത്തിൻ്റെ അടയാളമായി നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ മാറട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിൽ നമ്മുടെ തമ്പുരാനെ കണ്ടുമുറ്റട്ടെ. വിടവുകൾ നികത്തുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് മാറാം. അതിനുള്ള കൃപ തമ്പുരാനോട് ചോദിച്ചു മേടിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. നല്ല ദൈവമേ, അവിടുന്ന് അന്ധനെ സുഖപ്പെടുത്തി,
അന്ധന് അങ്ങയെ കാണുവാൻ, തിരിച്ചറിയുവാൻ, രക്ഷ സ്വന്തമാക്കാൻ സാധിച്ചുവെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഈ വലിയ അനുഭവം, ജീവിതത്തിൻ്റെ കുറവുകളിൽ, അന്ധത നിൽക്കുന്ന ചില മേഖലകളിൽ, ഞാൻ ഇരുട്ടിലായിരിക്കുന്ന ചില അവസ്ഥകളുണ്ട്, അന്ധകാരത്തിന് ചില മേഖലകളുണ്ട്, എൻ്റെ പാപത്തിന് ചില കുറവുകളുണ്ട്, വെളിച്ചം വീശാത്ത എൻ്റെ കുടുംബത്തിന് ചില വഴികളുണ്ട്. അവിടെയെല്ലാം ഈശോയെ നീ ഒന്ന് കടന്നു വരണം. നിനക്ക് വേണ്ടി ഇതാ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഇങ്ങനെ ഇരിക്കുകയാ ഈശോയെ, ഞാൻ കാത്തിരിക്കുകയാ. ആ കൃപയുടെ അഭിഷേകം എനിക്ക് താ ഈശോയെ. എന്നെ അതിനു വേണ്ടി യോഗ്യമാക്കി തീർക്ക്. അതിനുള്ള കൃപ തന്നെ എന്നെ അനുഗ്രഹിക്കുക. നിൻ്റെ വലിയ ശക്തിയേറിയ കരം എന്നെ താങ്ങി നിർത്തട്ടെ. അവിടുത്തെ സന്നദ്ധത എനിക്ക് മനസ്സുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സ്വരം എല്ലാ പ്രഭാതത്തിലും കേട്ടുകൊണ്ട് ആവേശത്തോടെ അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓടി വരാനുള്ള കൃപ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.